ഒരു ദിവസം ഞാൻ എൻ്റെ കുട്ടിക്ക് എത്ര തവണ ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടി വരും? പല അമ്മമാരുടെയും പൊതുവായുള്ളൊരു സംശയമാണിത്. ഞാൻ ഡോക്ടർ സുബ്ബലക്ഷ്മി, കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ, എടപ്പാൾ ഹോസ്പിറ്റൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. സാധാരണഗതിയിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും നോർമൽ ഡെലിവറി ആയാലും സിസേറിയനായാലും ജനിച്ച ഉടനെ നല്ല ഉന്മേഷവും കരച്ചിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള ഒരു വ്യഗ്രതയും, അതായത് ഒരു സക്കിങ് റിഫ്ലക്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഏർലി ബ്രസ്റ്റ് ഫീഡിങ് ഇനീഷ്യേറ്റീവ്, അത് പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ നമ്മൾ മുലപ്പാൽ കൊടുക്കണമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം 8 മുതൽ 12 തവണ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു 2 മുതൽ 3 മണിക്കൂർ ഇടവിട്ട് നവജാത ശിശുക്കൾക്ക് മുലയൂട്ടേണ്ടതാണ്. ഈ ഒരു സ്ട്രിക്റ്റ് ഷെഡ്യൂള് മാസം തികഞ്ഞ കുട്ടികളെ സംബന്ധിച്ചില്ല. അവർക്ക് ബ്രസ്റ്റ് ഫീഡ്സ് ഓൺ ഡിമാൻഡ് എന്നാണ് പറയുക. കുട്ടി ആവശ്യപ്പെടുന്നതനുസരിച്ച് നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ മാസം തികയാത്ത കുട്ടികളിലാണ് നമ്മളൊരു 2 മണിക്കൂർ ഇടവിട്ടെങ്കിലും അവരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമെന്ന് പറയാറുള്ളത്. ഇനി മുലയൂട്ടുന്ന അമ്മമാർ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങളുണ്ട്. ആദ്യമായി ചെയ്യാൻ പാടില്ലാത്തത് പറയാം. കുട്ടിക്ക് പാല് തികയുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് കുട്ടിയുടെ വയറ് പെരുത്തിരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല നോക്കേണ്ടത്, കുട്ടിയുടെ മുഖത്ത് സംതൃപ്തിയാണ് നോക്കേണ്ടത്. അതുപോലെ വയറ് പൊട്ടിക്കിടന്നാൽ പാല് തികഞ്ഞില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതുപോലെ ഓരോ തവണയും ബ്രസ്റ്റ് പിഴിഞ്ഞ് പാലുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. കുട്ടി പാല് കുടിക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അത് കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ദിവസം 8 മുതൽ 10 പ്രാവശ്യം വരെ യൂറിൻ പോകുന്നുണ്ട്, അതേ അളവിന് തന്നെ മോഷനും പോകുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തായാലും ആവശ്യമുള്ള മുലപ്പാൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അതുപോലെ തൂക്കം കുട്ടി വെക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ശരാശരി 25 മുതൽ 30 ഗ്രാം വരെ വെയിറ്റ് കുട്ടിക്ക് കൂടുന്നുണ്ടെങ്കിൽ, ആദ്യത്തെ മാസങ്ങളിൽ വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ മുലപ്പാൽ എന്തായാലും ആവശ്യത്തിന് കുട്ടിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ആണ് അതിൻ്റെ അർത്ഥം. ഇനി മുലയൂട്ടുന്ന അമ്മമാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ സാധിക്കുമോ? ചില സാഹചര്യങ്ങളിൽ മാത്രം ഇത് ഒഴിവാക്കാം. ഒന്ന്, അമ്മ ചില മരുന്നുകൾ, അതായത് ക്യാൻസർ കീമോതെറാപ്പിയുടെ മരുന്നുകളോ റേഡിയോ ആക്റ്റീവ് ഏജൻസോ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് സ്പ്യൂട്ടം, കഫത്തിൽ TBയുടെ രോഗാണുക്കളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഉള്ള സാഹചര്യങ്ങളിൽ മാത്രം ബ്രസ്റ്റ് ഫീഡിങ് ഒഴിവാക്കാം. അല്ലാതെ പനി, ചുമ പോലത്തെ കണ്ടീഷൻസിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഇപ്പോൾ ഒരു അമ്മയ്ക്ക് ജലദോഷം, പനി, ചുമയൊക്കെ ഉണ്ടെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് ഹാൻഡ് ഹൈജീൻ, 2 കോഫ് ഹൈജീൻ. ഹാൻഡ് ഹൈജീൻ എന്ന് വെച്ചാൽ ഹാൻഡ് വാഷ് ചെയ്യുക. 2 കോഫ് ഹൈജീൻ, മാസ്ക് ധരിച്ചിട്ട് കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പനി, ചുമയൊക്കെ വരുമ്പോൾ അമ്മയുടെ ബ്ലഡിൽ ഓൾറെഡി ആ വൈറസിന് പ്രതിരോധിക്കുന്ന ആൻറ്റിബോഡീസ് ബ്ലഡിൽ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ മുലപ്പാൽ കൊടുക്കുന്ന വഴി കുട്ടിക്ക് ആൻറ്റിബോഡീസ് കിട്ടുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ആ രോഗത്തിൽ നിന്നും കുട്ടിക്ക് പ്രതിരോധം കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ആക്ച്വലി അത് കുട്ടീനെ ബെനിഫിറ്റാണ് ചെയ്യുന്നത്, കുട്ടിക്ക് ദൂഷ്യമല്ല ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഡെഫിനറ്റായിട്ടും ഹാൻഡ് ഹൈജീനും കോഫ് ഹൈജീനും നോക്കിക്കൊണ്ട് കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം.